ഹലോ ഗായ്സ്, നമ്മളിന്ന് പോകുന്നത് ബട്ടർ ഫ്രൂട്ട് പറിക്കാൻ വേണ്ടി ആദർശിൻ്റെ സ്ഥലത്ത്. എൻ്റെ സ്ഥലത്തല്ല, ഇവർക്കൊക്കെ ഓൾറെഡി അറിയാം, എനിക്ക് സ്ഥലമൊന്നുമില്ല. പിന്നെ ബട്ടർ ഫ്രൂട്ട് പറിക്കാൻ ബാഗൊക്കെ ആയിട്ട് പോവാണ്. അപ്പം ഒരു ചാക്ക് നിറയെ ബട്ടർ ഫ്രൂട്ടുമായിട്ട് നമുക്ക് കാണാം. ദുർഘടം പിടിച്ച വഴിയാണ്, ഏതോ കാടാണ്. എല്ലാം പാമ്പൊന്നും ഉണ്ടാവില്ലായിരിക്കില്ലേ? അങ്ങനെ നടക്കാതെ നല്ല ഷോട്ടൊന്നും കിട്ടിയില്ല. ഏതോ ഒരു പഴയ പൊളിഞ്ഞ വീട്. അവിടെ പ്രേതമൊന്നും ഇല്ലല്ലോ അല്ലേ? നമുക്ക് പേടിയുണ്ടായിട്ടല്ല, പക്ഷേ ഒരു പന്തികേട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്ത് ഭയങ്കര പുരാതനമായിട്ടുള്ളൊരു വീടാണ്. ഇതിൽ നിങ്ങൾക്കൊരു ഹൈലൈറ്റ് ആയിട്ട് ഒരാളെ കാണിച്ചു തരാം ഞാൻ. പാമ്പൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഈ വ്യക്തിനെ നിങ്ങൾ ആരെങ്കിലും അറിയുമോ? വീടിൻ്റെ ഐശ്വര്യം. ഗായ്സ്, നമ്മൾ പറിക്കാൻ വന്ന സാധനം താണ്ടേ, കാണിക്കടാ. ഇതിപ്പം പറിക്കേണ്ട ആവശ്യമില്ല, നിലത്തുനിന്ന് പെറുക്കിക്കൊണ്ട് പോകേണ്ട അവസ്ഥയാണല്ലോ. ഗായ്സ്, കിട്ടും എന്തേലും. ഗായ്സ്, ചെറിയൊരു പ്രശ്നമുണ്ട്. ബട്ടർ ഫ്രൂട്ട് ചെറുതായിട്ടൊന്ന് മഴ പെയ്ത് താഴെ പോയി. ചെറുതായിട്ടല്ല, ബട്ടർ ഫ്രൂട്ടേ ഇല്ല. അവളെ വീണ് ബട്ടർ ഫ്രൂട്ട് മൊത്തം വീണ് നിലത്ത് വീണ് അളിഞ്ഞ് പിഴിഞ്ഞ് കിടക്കും. അപ്പം നിലത്ത് നിന്ന് നമുക്ക് സ്പൂണും കൊണ്ട് കോരി തിന്നാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ അവിടെ കിടക്കുന്നു. ഞങ്ങൾ ബട്ടർ ഫ്രൂട്ടിൻ്റെ കുരുവിൻ്റെ കച്ചവടം തുടങ്ങുന്നുണ്ട്. നല്ല ഇനം കുരുക്കൾ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക. ഇനി തൈ വിറ്റ് ജീവിക്കേണ്ടി വരുമോ? ഇതിൽ നല്ല ബട്ടർ ഫ്രൂട്ട് ഉണ്ടാകുന്നത് കണ്ടോ, നല്ല വലിയ ബട്ടർ ഫ്രൂട്ടാണ്. പക്ഷെ നമുക്ക് കഴിക്കാനുള്ള ഭാഗ്യമല്ലെന്നേ ഉള്ളൂ. മൊത്തം ബട്ടർ ഫ്രൂട്ട് വീണിട്ടാണ് ഇത് മൊത്തം. മെയിനായിട്ട് ഈ വവ്വാല് പറയന്മാർ വന്ന് തിന്നിട്ട് നമുക്കൊന്നുമില്ല. എൻ്റെ ചോട്ടിലൊക്കെ ഒരുപാടുണ്ട്. എൻ്റെ കിടക്കുന്നു ചോട്ടിലൊക്കെ കുറേ ഉണ്ട്, പക്ഷേ ഒന്നും നമുക്ക് യോഗമില്ല അമ്മണിയെ. വിഷമിക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ നമ്മൾ ബട്ടർ ഫ്രൂട്ടിൻ്റെ നല്ല ഇനം തൈകൾ വിൽക്കുന്ന വീഡിയോ വേണ്ടി ഞങ്ങൾ ഉടനെ എത്തുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബൈ.